السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ സ്വാധീനം ചെലുത്തരങ്കത്തെ ചില വിഷയങ്ങളെയാണ് മുന്നിൽ വിശദീകരിച്ചത്. പരിസരം, അതുപോലെ ചങ്ങായിപ്പാട്, കുടുംബം, അറിവ്, അങ്ങനെ തുടങ്ങി ആദാത്തുങ്ങ, തക്കാലീതുങ്ങ, റൂഢി, മാമൂലിങ്ങ മനുഷ്യരുടെ സ്വഭാവത്തെ പലപ്പോഴും സ്വാധീനിക്കുന്നത്. അതുപോലെ ഒരാൾ ആക്കിടങ്കത്തെ പ്രവർത്തനങ്ങൾ, ഒരു കാര്യത്തെ അവൻ നിരന്തരമായി ആക്കുമ്പോൾ അതിരൊട്ടിയ മുമാറസത്ത് പ്രാക്ടീസ് അവനുകാവുമ്പോൾ പിന്നെയും അതിൻ്റെ ബാക്കിൽ അവൻ പോകുമ്പോൾ അവിടെ മലക്കത്തും ചൊല്ലു അതുകൊണ്ട് ഒരു കഴിവായി മാറിയിട്ട് ആ സമയത്ത് പിന്നെ അവനക്ക് അതിൽ ബുടുകാവില്ല. രണ്ട് ടൈപ്പിൽ ചെല്ല. അഖ്ലാഖിൻ്റെ ಬಗ್ಗೆ ഞങ്ങൾ ചെല്ലുമ്പോൾ, സ്വഭാവത്തെ ಬಗ್ಗೆ ചെല്ലുമ്പോൾ ഹാലത്തും ചൊന്നിട്ടൊന്നുണ്ട്, മലക്കാൻ ചൊന്നിട്ടുണ്ട്. ഹാലത്തും ചെന്നെങ്കിൽ അത് ഒരു സമയത്തെ പ്രചോദനം മാത്രം. ഒരാളെ മുറ്റത്തെ നല്ല പ്രസംഗം കെടുത്ത് അയാൾ ചൊന്നോണ്ടുണ്ടു അള്ളാഹുടെ തെറിൽ ചെലവാക്കിടെതിരെ മഹത്വം ചൊന്നോണ്ടുണ്ടു എങ്കിൽ അത് കേട്ട ഉടനെ ആ സമയത്തെ ഒരു പ്രചോദന പ്രോത്സാഹം അവന് കൊണ്ടായിത്ത്. അപ്പം അവൻ സമ്പത്ത് തൻ്റെ കീശലുണ്ടുണ്ടെങ്കിൽ സഡൻ അവൻ എന്താക്കട എടുത്തിട്ട് കൊടുക്കൂടാ. അത് ആ വഴല് കേട്ടപ്പോൾ ഉണ്ടായിക്കത്തെ ഒരു പ്രചോദനയാണ്. പക്ഷേ ഒരു നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഗಂಟೆ 2 ಗಂಟೆ കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇനിയും നീ ചെലവാക്കണം ചെന്നെങ്കിൽ ആ സമയത്ത് കൊടുക്കുക ഒരു ഇൻട്രസ്റ്റ്, ഉന്മേഷം അവന് ഇക്കാല എന്തേ അത് നേരത്തെ ആ വഴല് കേട്ടപ്പോൾ, വിഷയം കേട്ടപ്പോൾ വന്നെങ്കത്തെ ഒരു സഡൻ ആ സെക്കൻഡിൽ വന്നെങ്കത്തെ ഒരു പ്രോത്സാഹമാണ്, പ്രചോദനയാണ്. അതൊക്കെ ഹാലത്തും ചൊല്ലും. അത് പിന്നെ അങ്ങ് നീങ്ങിപ്പോണം, അതില്ലാണ്ടായിപ്പോണം. അതേ സമയത്ത് ഓൺ ഒർക്ക കൊടുത്താൽ പിന്നെയും കേട്ട പിന്നെയും കുറേ വട്ടം കൊടുക്കുമ്പോൾ ഇത് അവൻ്റെ ഒരു റൂഢിയായി, അവൻ്റെ ഒരു മലക്ക, അവൻ്റെ ഒരു കഴിവായിട്ട് മാറുക. ഒർക്ക 2 വട്ടം 3 വട്ടം പിന്നെയും സ്വത്ത് അവൻ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഈ ചെലവാക്കരുത് അവൻ്റെ മുട്ട ഒരു കഴിവായിട്ട് പിന്നെ ആരും മുറുതി ചൊല്ലണോണ്ടില്ല, വിഷയങ്ങൾ അവനക്ക് ചൊന്നു കൊടുക്കണോണ്ടില്ല, ഒരു കുടുസുമില്ലാണ്ട് അവനങ്ങ് കൊടുക്കുക. അതാണ് മുതഹല്ലിമൂൻ ചൊല്ല്. മുതഹല്ലിമൂൻ ചൊന്നെങ്കിൽ സഹന ഉണ്ടാക്കിടങ്കത്തെ ആൾ. അവന് സഹന ഇല്ലാത്തങ്കത്തെ ആളാണ്. അവന് അർഷ അങ്ങ് വണ്ടെങ്കത്തെ ആളാണ്. പക്ഷേ അവന് ഒർക്ക സഹന കാട്ടിയ, 2ാമത് കാട്ടിയ, 3ാമത് കാട്ടിയ, അങ്ങനെ കുറേ വട്ട സഹന കാട്ടും എന്താവിടും ചെന്നെങ്കിൽ ഒരു മനുഷ്യൻ നിരന്തരമായി പ്രാക്ടീസ് ആക്കിടങ്കത്തെ ഒരു കാര്യത്തെ ബാക്കിൽ പോലുമ്പോൾ അത് ഹൈറാവട്ട് ഷറാവട്ട് ഒന്നാമത്തെ അവസ്ഥയിൽ ഉണ്ടാവുമ്പോൾ ഹാലത്തുണ്ടാ ചൊല്ല്. പക്ഷെ അതിന് മേലെ അവൻ സ്ഥിരമായി നിൽക്കുമ്പോൾ അതിനെ ಬಗ್ಗೆ മലക്കാൻ ചൊല്ല അവൻ്റെ ഒരു കഴിവായി മാറിയിട്ട് ചെലവാക്കരുത് ചെമ്മവട്ട ചെലവാക്കിയ കൊടുത്താണ്ടായെങ്കിൽ പിന്നെ ആരും അവനക്ക് ചൊല്ലണോണ്ടില്ല. അവൻ്റെ കഴിവൈത്ത് അവൻ ആരും ചെല്ലാണ്ട് അങ്ങ് കൊടുക്കടാ. സഹനാൻ ചൊല്ലത് ഫസ്റ്റ് അവനക്ക് ഇല്ലಂತ. പക്ഷെ പിന്നെയും എന്താക്കിയ അവനു അതിരെ ബാക്കിൽ അങ്ങ് പൂണ്ട എത്ര വർഷം വന്നെങ്കും അതിരെ കടിച്ചിറക്കിടങ്കത്തെ ഒരവസ്ഥ അവന് ഉണ്ടായിട്ടുണ്ടായെങ്കിൽ അവൻ പിന്നെ ഹലീമായി മാറുക. ആദ്യം മുതഹല്ലിമാണ്, അവൻ സഹന ശക്തമായി ഉണ്ടാക്കിയ ആളാണ്. പിന്നെ അവನು അതവൻ്റെ കഴിവായി മാറിയിട്ട് ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വഇന്നമൽ ഹിൽമു ബിത്തഹല്ലും ചൊല്ലൊരു പലക്കണം. ഇൽമു കിട്ടുക എങ്ങനെയാന്ന് ചൊന്നെങ്കിൽ കഠിനമായി അധ്വാനിച്ച് പഠിക്കൽ കൊണ്ടാണ്. ഹിൽമ് സഹന കിട്ടുക എങ്ങനെയാന്ന് ചൊന്നെങ്കിൽ താഴ്മ അത് കഠിനമായ ചെമ്മവട്ട സഹന കാട്ടൽ കൊണ്ടാണ്. അപ്പോൾ ഈ കാര്യം ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കാര്യത്തെ നിരന്തരമായി ആക്കുമ്പോൾ അതിലെ ബാക്കിൽ അങ്ങ് പ്രാക്ടീസായി പോളുമ്പോൾ അത് അവൻ്റെ സ്വഭാവത്തിൽ സ്വാധീനിക്കരുത്. പിന്നെ ആരും അവനക്ക് ചൊല്ലണോണ്ടില്ല. പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത്, കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന, ഇസ്രാഫാക്കടങ്കത്തെ ആൾമാർക്ക് അങ്ങ പ്രവർത്തിച്ചത് അങ്ങ് ചന്തായി കണ്ടെത്ത്. ഒരാൾ ഒരു തപ്പ ആദ്യമാക്കിയാൻ വരിക്കാം, അവൻ്റെ നഫ്സിലൊരു കുടുസുണ്ടാവും, ഭയങ്കര ഒരു ഇക്കട്ട് പ്രയാസമുണ്ടാവും. ആദ്യമായി ഒരാൾ വ്യഭിചരിച്ചാണ്ടായെങ്കിൽ അയ്യാദു ബില്ലാഹ്, അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. ഒരാൾ ആദ്യം വ്യഭിചാരത്തിന് പോയാണ്ടാകുമ്പോൾ ആ സമയത്ത് അവൻ്റെ മനസ്സിലൊരു ഖേദം പണ്ട് നൊമ്പലുണ്ടാവും, തുടക്കാണ്. 2ാമത്തെ ഘട്ടത്തിൽ അത് അവന് പോകുമ്പോൾ ആ ആദ്യമുണ്ടായെങ്കത്തെ നൊമ്പലുണ്ടല്ലേ അത് തെൽക്കുറടിയാവും. പിന്നെയോ 3ാമത്തെ വട്ടം അവൻ പോകുമ്പോൾ അത് പിന്നെയും കുറടിയായിട്ട് 4ാമത്തെ വട്ടം അവൻ പോയാ അങ്ങനെ പോകുമ്പോൾ അവന് സുബ്ഹാനല്ലാഹ് അവനക്ക് അതൊരു ഹലാൽ പോലെയായിട്ട് സ്വന്തം ഭാര്യയൊട്ടിಗೆ അവൻ ബന്ധപ്പെടും പോലെയാണ് ഇതുകൊണ്ട് അവൻ വിചാരിക്കണം. അപ്പോൾ ഒരു തെറ്റ് നിരന്തരമായി ആക്കിക്കൊണ്ട് പോകുമ്പോൾ അതിൽ ആ പിന്നെ വലുപ്പം അല്ലെങ്കിൽ അതിലെ കാഠിന്യത്തെ അവൻ്റെ മുന്നിൽ കുറടിയായോണ്ട് കൊണ്ടു. ആദ്യഘട്ടത്തിൽ സിന അത് വല്ലാത്ത തപ്പായി കണ്ടെങ്കത്തെ ആൾ നിരന്തരമായി അതിലെ ബാക്കിലങ്ങ് പോരുമ്പോൾ അവനക്കത് ചന്തായിപ്പോയിട്ട് സുയ്യിന ഭയങ്കര സൗന്ദര്യമായിട്ട് ചന്തായിട്ട്. വർക്കൗൺ ബ്ലൂ ഫിലിം നോക്കിയ 2 വട്ടം നോക്കിയ, അല്ലെങ്കിൽ വേറെന്തോ വീഡിയോസ് നോക്കുമ്പോൾ അവർക്ക് കണ്ടുപോയാ 2 വട്ടം കണ്ടുപോയാ 3 വട്ടം പിന്നെ നിരന്തരമായി അവൻ കണ്ടാണ്ടെങ്കിൽ പിന്നെ അതിലെ ഉൾഗമേ അവൻ പോന്നു പോയാ എന്തേ അവസാനം അതിൽ ഒരു വലിയ പവറായിട്ട് അവൻ കാണുക. ആദ്യം വ്യഭിചാരം ആക്കുമ്പോൾ നൊമ്പലായെങ്കത്താൾ 2 വട്ടം 3 വട്ടം 4 വട്ടം ആക്കുമ്പോൾ അവനത് ഹലാൽ പോലെ തോന്നിയിട്ട് വെഞ്ഞായി റൊട്ടി ബന്ധപ്പെടും പോലെ മേയ്ത്ത് പിന്നെയും അവനാക്കുമ്പോൾ അത് വലിയൊരു പവറായിട്ട് അവൻ കാണുക. മഫ്ഖറത്താണ്.
അത് വലിയ വിഷയമാണ്. ഇന്നത്തെ ലോകത്ത് പലപ്പോഴും പലതും നിങ്ങൾ കാണണ്ട. ഏതോ ഒരു പെണ്ണിടവൻ വെച്ചോണ്ടാ അത് വലിയ പവറായി കണ്ടെങ്കിൽ ആൾമാർ അങ്ങനെ വലിയ നട്ടാൻ ചെന്നിട്ടും നട്ടീൻ ചെന്നിട്ടും പ്ലെയറും ചെന്നിട്ടും പുറത്തു നടക്കുക ആൾമാർ എത്രയാണ്, അങ്ങ് പൈസ ചെലവാക്കുക ആൾമാർ എത്രയാണ്. എൻ്റെ അവൻ്റെ വ്യഭിചാരം അവൻ്റെ മുന്നിൽ നിരന്തരമായി അതിൽ അവൻ പൂന്നപ്പ അവനക്ക് അതൊരു പവറായിത്ത്, മഫ്ഹറായിത്ത്, വല്ലാത്തൊരു പവറായിത്ത്. ആദ്യം ഓർത്ത ദീൻ്റെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പുറത്ത് അള്ളാഹുടെ ദൂരി കൊണ്ടുള്ള അല്ലെങ്കിൽ ദീൻ്റെ ദൂരി കൊണ്ടുള്ള അത് ഫസ്റ്റ് ഒന്നാമത്തെ വട്ടം കേൾക്കുമ്പോൾ അർസമുണ്ട് ചൂടാവിടും. രണ്ടാമത് മൂന്നാമത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നീ ചൊല്ലുവേ അള്ളാഹു നിൻ്റെ നന്നാക്കട്ട് സമാക്കട്ട്. അതേ സമയത്ത് പിന്നെയും അവൻ ദൂരി കൊണ്ടുള്ള 10ാമത്തെ വട്ട 15ാമത്തെ വട്ട അള്ളാഹുടെ ദൂരി കൊണ്ടുള്ള ദീൻ്റെ ദൂരി കൊണ്ടുള്ള ചെല്ലുമ്പോൾ അത് കേട്ടെങ്കിത്തെ ഞാൻ ചിലപ്പോൾ പുഞ്ചിരിച്ചു പോവോടെ. എന്തേ പിന്നെ ചൊല്ലുന്നതിന് ചൊന്നെങ്കിൽ ഇയാൾ കുഫറിൻ്റെ മേൽ പതിവാക്കിയ ആൾ പോവാ. അയാൾ വായിൽ എപ്പോഴും അത് വന്നുകൊണ്ടുള്ള അതൊരു സില്ലിയായ വിഷയത്ത് മൊത്തത്തിൽ ഇവിടെ എന്തിനാ മനസ്സിലാക്കിക്കൊണ്ടുള്ളതെന്ന് ചെന്നെങ്കിൽ ഒരു കാര്യം നിരന്തരമായി അതിലെ വാക്കിൽ ഓർത്ത വീളുമ്പോൾ തപ്പു വല്ലാണ്ട് പേടിക്കണ എനിക്കത്തെ ബേജാറാവണ എനിക്ക് വിഷയാൻ ഞാൻ ഉറക്കാക്കിയല്ലേ ചൊന്നിട്ടല്ല. ഉറക്കാക്കിയത് 2ാമത്തെ വട്ട വിളിച്ചുകൊണ്ടു 3ാമത്തെ വട്ട വിളിച്ചുകൊണ്ടു 4, 5 വട്ട നിരന്തരമായി ആക്കുമ്പോൾ വൻ നഫ്സു കത്തിഫിലീൻ തുഹ്മിൽ ഹുഷബ്ബാലാണ്ട നഫ്സും ചെന്നെങ്കിൽ അതൊരു കിടാവിടെ പോലെയാണ്. കിടാവ് മുല വിടുക ഒരിക്കലും ഇഷ്ടമില്ല, മുല കുടിച്ചോണ്ടേക്കിട്. ആ സമയത്തോ കൈപ്പെല്ലാം തേച്ചിട്ട് ഉമ്മ മുല പൊടുപ്പാട്ടിയെങ്കിൽ വച്ചാവും, പൊടുപ്പാട്ടില്ലെങ്കിലോ വയസ്സാവിടത്തോളം മുല കുടിച്ചോണ്ടേക്കുക. അപ്പോൾ തെറ്റുകൾ ഒർക്കല്ല നാനാക്കിയ 2 വട്ടല്ലാക്കിയേ അല്ല, അതങ്ങനെ അതിലെ വാക്കിൽ ഊന്നെങ്കിൽ അതിലെ ദാഹം തീരില്ലേ. ഭക്ഷണം ഒരാൾക്ക് ഭയങ്കര ഭക്ഷണത്തൊട്ടി ആർത്തിൻ്റെ വരിക്കുക എങ്കിൽ ഒരു 10 വട്ടം ഞാൻ ബിരിയാണി ഉണ്ടോ 10 നാൾ പിന്നെ ഞാൻ നിപ്പാട്ടൻ തോന്നുന്നത് സാധ്യമല്ല. 10 നാൾ ഉണ്ടാവണം പിന്നെ ഉണ്ടോണ്ടിരിക്കുക. എത്ര കണ്ട് ഭക്ഷണം നിൻ്റെ ശരീരത്തിൽ നീ കൊടുത്തേ അത്ര കണ്ട് ആശ കൂടിയോണ്ടിരിക്കുക. അതുപോലെ ഈ തപ്പുകൾ ശൈത്താൻ അതിലെ ഭയങ്കര ചന്താക്കി കാട്ടുക. കാരണം കുറ്റങ്ങൾ ആവർത്തിക്കുമ്പോൾ കൽബുൽ കരവുണ്ട്. നഊദുബില്ലാഹ് ധാരാളം തെറ്റുകൾ ഞങ്ങാക്കിട. അള്ളാഹു ഞങ്ങളെല്ലാം ശുദ്ധിയാക്കി തരുമാറാവട്ട്. തപ്പുകൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുമ്പോൾ കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ അങ്ങാക്കിയത് ഞങ്ങളെ കൽബുടെ മേലിൽ കരയായി പോയിട്ട് അങ്ങാക്കിയങ്കത്തെ അമലിൻ്റെ ഫലം കൽബുലങ്ങ് കണ്ടുപോയിട്ട് റാന്നിട്ടാ ചൊല്ല റാൻ അതങ്ങ് വല്ലാത്ത റാനായി പോയിട്ട്. ഫസ്റ്റ് ഒരാൾ ഒരു തെറ്റാക്കിയിട്ട് അവൻ തൗബാക്കിയെങ്കിൽ ആ സമയത്ത് അതങ്ങ് നീങ്ങിപ്പോവേണ്ട കൽബങ്ങ് സമാവും. പക്ഷേ ഒർക്ക 2 വട്ട 3 വട്ട 10 വട്ട 25 വട്ട നിരന്തരമായി തപ്പുടെ ബാക്കിലാവും പൂന്നാണ്ടായെങ്കിൽ ചെറുദോഷവും അങ്ങനെയാണ്. ചെറുദോഷം ഞാൻ ഒർക്കല്ലേ നോക്കിയേ, യൂട്യൂബ് നോക്കുമ്പോൾ ഒർക്കല്ലേ ഞാൻ ആ ഫോട്ടോ നോക്കിയേ അന്യ പെണ്ണെടുത്ത ഏതോ അത് ഒർക്കല്ലേ എന്തോ ആവില്ല 2 വട്ടല്ലേ നിരന്തരമായി ഇതിലെ ബാക്കിൽ പൂന്നെങ്കിൽ അതങ്ങ് ഓൻ ഫാസിക്കായി പോണ്ട, തമ്മാടിയായി പോണ്ട. തമ്മാടിയായ ഓന് പിന്നെന്ത് കാണാൻ പറ്റേ. അപ്പോൾ ഇവിടെ 10 വട്ടാക്കിയ 15 വട്ടാക്കിയ അതൊരു പിന്നെ ഒരു സാമാന്യ ശല്യ വിഷയമായി മാറിയിട്ട് അവിടെയാണ് അതിൻ്റെ ಬಗ್ಗೆ ചൊല്ല് സീനത്ത് അവനക്ക് അതൊരു ചന്തായി കണ്ടെത്ത് ഭംഗിയാണ്. കദാലിക സുയ്യീനാൻ ചൊന്നത് അതാണ് ഖുർആൻ ചൊന്നത് അവനക്ക് ചന്തയിത്ത്. ആദ്യമായി ആക്കിയപ്പോൾ അവൻ്റെ ഇക്കട്ടും ബേജാറും ബുൽപ്പും ചൊന്നിട്ട് കാര്യമില്ല. പക്ഷേ 2ാമതും 3ാമതും 4ാമതും പോകുമ്പോൾ ഹലാലിട്ട് മാത്രമല്ല അത് വലിയ പവറായി അവൻ കാണ്ടെങ്കത്തൊരവസ്ഥക്കെത്തിത്ത്. അവിടെയാണ് മുസീബാത്തുകൾ ഉണ്ടാവിടെ, കച്ചറകൾ അവൻ്റെ കൽബിലങ്ങ് നിറഞ്ഞു പോയിത്ത്. ഒരു വസ്ത്രത്തിൽ വെളുത്ത വസ്ത്രത്തിൽ ഒരു ചെറിയ കലയിത്തിന് വേരിക്കുക സഡൻ അവൻ കൽകിയെങ്കിൽ ആ കലയങ്ങ് നീങ്ങിപ്പോവും. 2 വട്ട 3 വട്ട അതങ്ങനെ അവൻ ബുട്ടാണ്ടായെങ്കോ അവനങ്ങനെ ബുട്ടാണ്ടായെങ്ക അത് അവനക്കതൊരു വിഷയമേ അല്ല. അവനെന്താക്കട അത് ഇക്കട്ട് തൊന്തരയില്ലാന്ന് ചൊന്നിട്ട് അങ്ങനെമേ വിട്ടുപോണ്ട. അതേസമയത്ത് പുതിയ ഒരു വസ്ത്രം ധരിക്കണമെങ്കിൽ ഒരാൾ അയാളെ ഷർട്ടിൽ ഒരു ചെറിയ കലയാവുമ്പോൾ അവനക്കത് സഹിക്കില്ല. സഡൻ അവൻ കൽകിപ്പോയെങ്ക അവൻ്റെ വസ്ത്രം നല്ല പളപ്പള ലംഘിക്കൊണ്ടിരിക്കുന്നു. ബുട്ടെങ്ക് കരയായിട്ടങ്ങ് നീങ്ങിപ്പോണ്ടു. അതൊരു ചന്തായിട്ട് അവന് കാണാം. അതാണ് കദാലിക സുയ്യിനലിൽ മുസ്രിഫീനാൻ ചൊന്നത്. വല്ലാത്തൊരായത്താണ് ഖുർആൻ നമുക്ക് വഴിപാട്ടെ അങ്ക് ഭംഗിയാക്കി കൊടുത്തു. ആരാണ് ഈ ഭംഗിയാക്കിയത്? ഭംഗിയാക്കിയവൻ ചന്താക്കി കൊടുത്തവൻ അള്ളാഹുവാണ്. എന്തിനാണ് അള്ളാഹു അങ്ങനെ ചന്താക്കിയത്? അത് അവൻ്റെ പിടിച്ച് ഓർക്കമേ സഡൻ പിടിച്ച് വലിക്കുകയായിട്ടാണ്. തപ്പുകൾ ഇങ്ങനെ ആക്കുമ്പോൾ നക്കൊരു തടസ്സവും ബണ്ടില്ലല്ലേണ്ടി വിചാരിക്കണ്ട. ഇത് ഒരു സമയത്ത് പിടിച്ചിട്ടെന്താക്കട അള്ളാഹു കുൽക്കുട അവൻ്റെ പിടിച്ചിട്ടങ്ങ് വലിക്കട. ഇത് വല്ലാത്തൊരു വിഷയമാണ്. പിടിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിക്കട. അപ്പോൾ ഒരാളൊരു തെറ്റാക്കുമ്പോൾ അവനക്കത് ചന്തയിത്തുണ്ടായെങ്കിൽ ആദ്യം തപ്പാക്കുമ്പോൾ നൻ്റെയും അതിരെയും ഇടയിൽ കുറേ മരങ്ങിത്ത്. പക്ഷേ നക്ക് കിട്ടണക്കത്തെ ശിക്ഷ 1ാമത് ഞാൻ തപ്പാക്കു പോകുമ്പോൾ ഒരു മരങ്ങ് നീങ്ങിത്ത്, 2ാമത് തപ്പാക്കു പോകുമ്പോൾ മരകൾ നീങ്ങിത്ത്. തപ്പുകു സൗകര്യങ്ങൾ എല്ലാം വർദ്ധിച്ചു വണ്ടെങ്കത്തെ കാലത്താണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളത്. ശൈത്താൻ അതൊക്കെ വേണായ വ്യവസ്ഥകളിലാക്കിത്തണ്ട. ഒരു കാലത്ത് തപ്പാക്കു വളരെ പ്രയാസമാണ്. ഒരാൾ നാട്ടകത്ത് കൊണ്ടാ സിനിമക്ക് കൊണ്ടാന്ന് ചൊന്നെങ്കിൽ എത്ര പ്രയാസം ഉണ്ടാവണം. ഇൻ്റെ അതിലൊന്നും അകത്തിയില്ല. സിനിമാശാലയുടെ മുന്നിൽ ആൾമാരെ കാണ്ടില്ലല്ലബ്ബ. എൻ്റെ ആൾമാരെല്ലാം ഭയങ്കര നന്നായമാ പഠിച്ചോനെ. ആ സിനിമാശാല ഓൻ്റെ കൈരമുട്ടമേ വന്ന് ഒരു മടിയുമില്ല, ഒരു തടസ്സവുമില്ല.
തപ്പുകൾ നിരന്തരങ്ങൾ ആക്കുമ്പോൾ ആദ്യം ഉണ്ടായെങ്കത്തെ എല്ലാ മരകളങ്ങ് നീങ്ങിപ്പോണ്ടു. അപ്പോൾ ഈ ചന്താക്കി കൊടുത്തത് അള്ളാഹുണ്ട് തങ്ങ വെച്ചെങ്കിൽ എന്തിനാണ് അങ്ങനെ ചന്താക്കണേ? അതുകൊണ്ട് അവസാനം ഒന്ന് പിടിച്ചു വലിക്കുകയായിട്ടാണ്. ഒരു മനുഷ്യരുടെയും തപ്പുടെയും ഇടയിൽ കുറേ സ്റ്റെപ്പിക്കിട് മരങ്ങിക്കിട്. പക്ഷേ ഒരു സ്റ്റെപ്പ് അവന് പറ്റിയാണ്ടായെങ്കിൽ അതങ്ങനെ പോകുമ്പോൾ പിന്നെ എല്ലാ മറയും നീങ്ങിപ്പോണ്ട് പിന്നെ തപ്പാക്കുക അവനക്ക് ഭയങ്കര സുലഭമാണ്. ഒരു പ്രയാസവും ഇല്ലാത്തവസ്ഥയിലെത്തറ. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി സയ്യന്നാ ലഹും അഅമാലഹും ഖുർആൻ ചന്തല്ലേ. ഖുർആനിൽ അല്ലാഹു തആല ഷൈത്താനാണ് അങ്ങനെ അമൽ അങ്ക് ചന്താക്കി കൊടുത്തേ. ഷൈത്താൻ ചന്താക്കട. നീ ഒരു തപ്പാക്കോ പോകുമ്പോൾ നാ ഒരു തപ്പാക്കോ പോകുമ്പോൾ ಅದರ ആ ഷൈത്താൻ നക്ക് സുലഭാക്കിത്തണ്ട. എല്ലാ മരകൾ നീക്കട, പ്രയാസങ്ങളില്ലാത്ത പോലെ ആക്കട. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഖുർആൻ ചന്തൽ. അവനാക്കടಂಕೆತ್ತ ತಪ್ಪು ಅವನಿಗೆ ಚಂದಾಕಿ ಕಾಟಿತ್ತಲ್ಲೇ ಅವನು ಕಳ್ಳತನಾಕಡ, ಭ್ರಷ್ಟಾಚಾರ ಆಕಡ, എന്തെല്ലാം തപ്പുകളുണ്ടാ ആ തപ്പുകളെല്ലാം അത് വളരെ ചന്തായിട്ട് കാണ്ട് ഷൈത്താൻ അങ്ങനെ ചന്താക്കി കാട്ട. ഷൈത്താൻ അതുക്കുള്ള എല്ലാ വ്യവസ്ഥകൾ വഴികൾ ആക്കിത്തണ്ട. ഇങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ്. സൂര്യരെ ആരാധിച്ചെങ്കിൽ താഴ്മാറിന്നാർ എങ്ങനെ അത് സംഭവിച്ചിട്ട് സൂര്യൻ എന്തിനാണ് ആരാധിക്കരുത്, ബിംബത്തെ എന്തിനാണ് ആരാധിക്കരുത്, അതൊന്നും കേൾക്കണ്ട. ഇത് തെറ്റുകളാണ്. പക്ഷേ ഷൈത്താൻ ആ തെറ്റ് വലിയ ചന്താക്കിയിട്ട് ഭയങ്കര ചന്താണ്. അത് നിങ്ങൾ അക്കറും ചെന്നുപോണ്ട. അവിടെ ഇതുക്കുള്ള മറന്നെന്തിരൻ ചെന്നെങ്കിൽ ഒരു തപ്പുൽ ഒരു മനുഷ്യൻ പെട്ട ഉടനെ ആ സമയത്ത് അവൻ തൗബാക്കൊണ്ടാണ്. ഇന്നമ തൗബത്തു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല. തപ്പിയിട്ട് അറിവില്ലാണ്ട് അല്ലെങ്കിൽ ഈ തപ്പുടെ ആക്കിപത്ര ಬಗ್ಗೆ ഗൊന്തില്ലാണ്ട് അവനങ്ങ് തപ്പാക്കിപ്പോയ സുമ്മ യതൂബൂന മിൻ ഖരീബ് സഡൻ അവൻ തൗബാക്കട. അവനുകാണ് തൗബ, അവൻ്റെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കടേ. ഖുർആൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിലത്തെ വിഷയമാണ് അള്ളാഹു നമുക്ക് വഴിപാട്ടി തന്നുകൊണ്ടുള്ളേ. ജഹാലത്തും ചൊന്നെങ്കിൽ ഇത് ഹലാല ഹറാമാണ് ഗൊന്തില്ലാണ്ടല്ല, അത് ഗൊന്തിക്കൂ. പക്ഷേ ഈ കുറ്റം ഞാൻ ആക്കിയെങ്കിൽ എൻ്റെ കൽബുടെ മേലിൽ വണ്ടെങ്കത്തെ ആധാരങ്ങൾ അടയാളങ്ങൾ എന്താണ്, ಇದರ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲಾಂಡು ಈ ತಪ್ಪುಡೆ ಆಕಿಬತ್ತು ಗೊತ್ತಿಲ್ಲಾಂಡು ಅವನಂಗೆ ತಪ್ಪಾಕ್ಯ. പക്ഷേ തപ്പാക്കിയിട്ട് സഡൻ അവനെന്താക്കിയ തൗബാക്കിയ എങ്കിൽ അവൻ്റെ തൗബ സ്വീകരിക്കപ്പെടരുത്. ഒരു തപ്പാക്കിയെങ്കിൽ ഉടൻ അതിനെ തൊട്ട് തൗബാക്കിയിട്ട് പുറത്തു വരണു. പക്ഷേ അതിര മേലിൽ നിരന്തരമായി ഞാൻ ബൂണ്ടായിട്ടെങ്കിൽ ഒരിക്കലും അതിനെ തൊട്ട് പുറത്തു വരണതാവില്ലേ. ഖുർആനാണ് നമുക്ക് വഴിപാട്ടി തന്നുകൊണ്ടുള്ളേ. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമുക്ക് കണ്ട് ഒരാൾ അയാളെ കയ്യിൽ ബംഗാറിൻ്റെ മോതിരം വെച്ചിട്ട് വന്ന് ആ സ്വഹാബിലെ സഡൻ ഉള്ള തൗബ നിങ്ങൾ നോക്കൂ. ബംഗാറിൻ്റെ മോതിരം അയാളെ കയ്യിൽ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, നിങ്ങളിൽപ്പെട്ട ഒരാൾ അയാൾ അഗ്നി തീരെ കട്ടങ്ങനെ പിടിച്ചിട്ട് അയാളെ കയ്യിലാക്കണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എതിർത്തതാണ്. ആ സമയത്ത് ഈ സ്വഹാബി എന്താണാക്കിയ മോതിരം ഊരിട്ട് ബലിച്ചെറിഞ്ഞിട്ട്. അപ്പോൾ ആരോ ചെന്നാറ് മോതിരത്തെ എടുത്തിട്ട് അതുകൊണ്ട് ഉപകാരം ഇടൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിക്കരുതല്ലേ ഹറാമാക്കിയേ, അതേസമയത്ത് വിത്തിട്ട് നിങ്ങൾക്ക് പൈസ എടുക്കല്ലേ. അപ്പോൾ അയാളെ മറുപടി വല്ലാഹി ലാ അഖുദുഹു വഖദ് തറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വേണ്ടാൻ ചൊന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഒരിക്കലും അത് പിടിക്കില്ല, എന്നൊക്കത് വേണ്ടേ വേണ്ട. ഇതാണ് സുർഅത്തു തൗബ. തെറ്റ് ആയ ഉടനെ ആക്കടങ്കെത്ത തൗബ. ആ തൗബ ആക്കട ആൾമാർക്ക് അള്ളാഹു പുറത്തു തണ്ട. അങ്ങനെ ആക്കടങ്കെത്ത ആൾമാർ തെറ്റിൽ നിന്ന് ബച്ചാവാവിടാറ്. അതേസമയത്ത് ഇണ്ടിക്കട്ട് നാളെക്കട്ട് മറ്റന്നാൾ നോക്കുക ഇങ്ങനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പൂണ്ടുപോയാണ്ടെങ്കിൽ മനുഷ്യൻ സ്വത്ത് പോണ്ട പരാജയപ്പെട്ടു പോണ്ടാണ്ടാണ് ഖുർആൻ ഞങ്ങൾക്ക് വഴിപാട്ടി തന്നുകൊണ്ടുള്ളത്. ഞങ്ങൾ തുടങ്ങിയത്തെ ശീർഷിക്കമേ ഹെഡിങ് അൽ അഖ്ലാഖു ഫിൽ ഖുർആൻ ട്ടാണ്. ഖുർആനിലൂടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കടേ. ഒരു മനുഷ്യരുടെ സ്വഭാവത്തെ നന്നാക്കടവിടെ വെടക്കാക്കടവിടെ അതിൽ എങ്ങനെയാണ് പിന്നെ എന്തെല്ലാം സ്വാധീനങ്ങളുണ്ട്, എന്തെല്ലാം വിഷയങ്ങളുണ്ട്, പ്രേരണകളുണ്ട്, ഇതെല്ലാം ഖുർആൻ ഞങ്ങൾക്ക് വഴിപാട്ടി തന്നത്. അതുകൊണ്ട് ഒരാൾ തപ്പാക്കിയെങ്കിൽ പെട്ടെന്നതിൽ നിന്ന് മാറുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടായെങ്കിൽ അത് തൗഫീഖാണ്. അതേസമയത്ത് തപ്പ് അവൻ്റെ മലക്കായി മാറിയിട്ട് അവൻ്റെ കഴിവായി മാറിയിട്ടുണ്ടായെങ്കിൽ ഒരു കാലത്തും അവന് അതിരെ തൊട്ട് വിടുവാവില്ലേ. നഊദു ബില്ലാഹ്. അള്ളാഹു ഞങ്ങളെ കാക്കുമാറാവട്ട്. എല്ലാ തപ്പുകളിൽ നിന്ന് മുക്തമായി ജീവിക്കുക അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം തരട്ട്. ഹറാമ് മാത്രം നിറഞ്ഞെങ്കെത്ത പരിസരത്തെ ഷർറെടുത്തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ട്. എല്ലാ വ്യഭിചാരങ്ങളിൽ നിന്ന്, അനൈതികതയിൽ നിന്ന്, മോശമായ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ട്. ജീവിതത്തിൽ ഞങ്ങാക്കിയെങ്കെത്ത എല്ലാ തപ്പുടെ പടച്ചറബു എല്ലാം അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തന്ന് ആ തപ്പിലൂടെ ഞങ്ങളെ കൽബിൽ വന്നെങ്കെത്ത എല്ലാ കറുത്ത കറകളെ നീക്കി ആ കൽബിൽ നല്ല ഈമാനും തഖ്വയും ഹിദായത്തും ഇൽമും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ട്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.